പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ്സ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ്. വുമൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ഇയോ സ്കൈയും റഗിൽ റോഡ്രിഗസും ഖൈറി സെയിൻ എന്ന് പറയുന്ന റെസ്ലറും തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫയർ മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. എൻ്റെ പ്രഡിക്ഷൻ പ്രകാരം ഇയോ സ്കൈ വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം ആർക്കൊപ്പമാണെന്നുള്ളത് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. മെൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരത്തിലേക്ക് വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ജെ ഊസോയും ഒറിജിനൽ എൽ ഗ്രാൻഡെ അമേരിക്കാനെയും ദ വിഷൻ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ബ്രോൺസൺ റീഡും പങ്കെടുക്കുന്ന ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായ പ്രകാരം ജെ ഊസോ ഈ എലിമിനേഷൻ ചേംബർ ക്വാളിഫയറിൽ വിജയിക്കുമെന്നാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് കൂടാതെ സാക്ഷാൽ ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നർ റിട്ടേൺ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റ് കൂടി റോ എപ്പിസോഡിൽ അടുത്ത ആഴ്ച നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ഇത് ഔദ്യോഗികമായി കൺഫേം ചെയ്യപ്പെട്ടതാണ്. ഇത് കൂടാതെ വിരമിച്ച AJ സ്റ്റൈൽസിന് ട്രിബ്യൂട്ട് കൊടുക്കുന്ന ഒരു സെഗ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ AJ സ്റ്റൈൽസിൻ്റെ ഒരു ലൈവ് അപ്പിയറൻസ് അടുത്ത റോ എപ്പിസോഡിൽ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ ഇമോഷണൽ ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് അടുത്ത റോ എപ്പിസോഡിൽ എലിമിനേഷൻ ചേംബറിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡായ അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് എലിമിനേഷൻ ചേംബർ മത്സരങ്ങളിലേക്കുള്ള ക്വാളിഫൈ മത്സരങ്ങളുടെ റിസൾട്ടിനെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ച ആദ്യത്തെ ഒരു ക്വാളിഫയർ മത്സരം വുമൻസ് ഡിവിഷനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. ബെയ്ലി വേഴ്സസ് ആസ്ക വേഴ്സസ് നാറ്റി തമ്മിലുള്ള മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു ഗുഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മത്സരമായിരുന്നു. ബെയ്ലിയെ സബ്മിഷനിലൂടെ പരാജയപ്പെടുത്തി ആസ്ക ക്വാളിഫൈ നേടിയെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ റിയ റിപ്ലി, ടിഫനി സ്ട്രാറ്റൻ, ആസ്ക, അലക്സ ബ്ലിസ് 4 പേര് ഇപ്പോൾ ഓൾറെഡി വുമൻസ് എലിമിനേഷൻ ചേംബറിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 പേരിൽ ആർക്കാണ് വിജയ സാധ്യത? ഇനി 2 സ്പോട്ടും കൂടി ബാക്കിയുണ്ട്. പക്ഷേ ഈ 4 പേരിൽ ആർക്കാണ് വിജയ സാധ്യത എന്നുള്ള നിങ്ങളുടെ പ്രിഡിക്ഷൻ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലാണ് നമുക്ക് മെൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരം കാണാൻ സാധിച്ചത്. ഗുന്തർ വേഴ്സസ് ജിവോൺ എവൻസ് വേഴ്സസ് നിലവിലെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ഡൊമിനിക് മെസ്റ്റിറ്റോ തമ്മിലുള്ള ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാണ് കാണാൻ സാധിച്ചത്. ജിവോൺ എവൻസിനെയും ഡൊമിനിക് മെസ്റ്റിറ്റിയോയും ഗുന്തറിനെ വെച്ച് താരതമ്യപ്പെടുത്തിയാൽ ഗുന്തറിന് നിലവിൽ കിട്ടുന്ന ഒരു പുഷും ഗുന്തറിൻ്റെ പവർ ഹൗസ് ക്യാരക്ടറും അനുസരിച്ച് ഈ 2 പേരെ പുഷ്പം പോലെ പരാജയപ്പെടുത്തി ഗുന്തർ യോഗ്യത നേടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ആ രീതിയിലായിരിക്കും എല്ലാവരും മെയിൻ ഇവൻറ്റ് കാണാൻ ഇരുന്നിട്ടുണ്ടാകുക. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജിവോൺ എവൻസ് ക്വാളിഫൈ നേടുന്നു. അതും ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ഡൊമിനിക് മെസ്റ്റിറ്റിയെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആ ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിലേക്ക് വിജയിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു എലിമിനേഷൻ ചേംബർ ക്വാളിഫിക്കേഷൻ സ്വന്തമാക്കുന്നു. ഡ്രാഗൻ ലീയുടെ ഇടപെടലും ഡ്രാഗൻ ലീ ആ റിംഗ് ബെല്ലെടുത്ത് ഗുന്തറിനെ അടിക്കുന്നതുമാണ് ഗുന്തറിൻ്റെ പരാജയത്തിലേക്ക് നയിച്ചത്. അതെന്തായാലും മികച്ച രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് ഗുന്തർ വിജയിച്ചു പോയാൽ മാത്രം പോരല്ലോ, ഇടയ്ക്ക് അദ്ദേഹം പരാജയപ്പെടുന്നതും അദ്ദേഹം മറ്റ് റെസ്ലേഴ്സിനെതിരെ എന്തുകൊണ്ട് ക്രൂരമായി പെരുമാറുന്നു അല്ലെങ്കിൽ അവരെ എന്തുകൊണ്ട് കളിയാക്കുന്നു എന്നുള്ളതിനുള്ള അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരം കൂടി നൽകും. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഡെവലപ്മെൻറ്റും നമുക്ക് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഇന്ന് കാണാൻ സാധിച്ചു. ജിവോൺ എവൻസും കൂടി യോഗ്യത നേടുമ്പോൾ റാൻഡി ഓർട്ടൺ, കോഡി റോഡ്സ്, LA നൈറ്റ്, ജിവോൺ എവൻസ് തുടങ്ങിയ 4 പേര് എലിമിനേഷൻ ചേംബറിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരാളെ നിങ്ങൾ പിക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ആരെയായിരിക്കും സെലക്ട് ചെയ്യുക? നിങ്ങളുടെ പ്രഡിക്ഷൻ പ്രകാരം ഈ 4 പേരിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ? എലിമിനേഷൻ ചേംബറിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ ഒരു നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരം കാണാൻ സാധിക്കുകയുണ്ടായി. എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന് പറയുന്ന റെസ്ലറും പെൻഡയും തമ്മിൽ കളിച്ച ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിൻ്റെ നമ്പർ 1 കണ്ടൻഡേഴ്സിനെ കണ്ടുപിടിക്കുന്ന മത്സരത്തിൽ എൽ ഗ്രാൻഡെ അമേരിക്കാനയുടെ പരാജയത്തിലേക്ക് നയിച്ചത് ഒറിജിനൽ എൽ ഗ്രാൻഡെ അമേരിക്കാനയുടെ ഇന്റർഫിയറൻസ് ആയിരുന്നു. ലോസ് അമേരിക്കാനോസ് എന്ന് പറഞ്ഞിട്ട് റിംഗ് സൈഡിൽ എൽ ഗ്രാൻഡെ അമേരിക്കാനയുടെ കൂടെ വന്നവരെ ആക്രമിക്കുകയും എൽ ഗ്രാൻഡെ അമേരിക്കാനയുടെ പരാജയത്തിലേക്ക് നയിക്കുന്ന മൊമെൻറ്റ്സ് സൃഷ്ടിക്കുകയും ചെയ്ത ഒറിജിനൽ എൽ ഗ്രാൻഡെ അമേരിക്കാനോ അത് പെൻഡയുടെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. പെൻഡ ഇനി ഡൊമിനിക്കിൻ്റെ കൈവശമുള്ള ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. മത്സരം എന്നാണ് നടക്കുന്നത് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ഡൊമിനിക് മെസ്റ്റിറ്റിയോയുടെ നിലവിലെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ 2 ചാമ്പ്യൻഷിപ്പ് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. പക്ഷേ 2 ചാമ്പ്യൻഷിപ്പും അദ്ദേഹം കൃത്യമായി ഡിഫെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നുള്ളൊരു ഉത്തരമാണ് ഉള്ളത്. അപ്പോൾ അതിന് CM പങ്ക് അദ്ദേഹത്തിൻ്റെ പ്രൊമോ സെഗ്മെൻറ്റിൽ എടുത്തു പറയുകയും ചെയ്തു. അപ്പോൾ പെൻഡയാണെങ്കിൽ കൃത്യമായി റോ എപ്പിസോഡിൽ മത്സരങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന
IC ടൈറ്റിൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പെൻഡയെ പുതിയ ചാമ്പ്യനാക്കിയാൽ റോയിൽ മിഡ് കാർഡ് സ്റ്റോറി ലൈൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഞ്ചാമത്തെ അപ്ഡേറ്റ്, മാർച്ച് 1-ാം തീയതി നടക്കാൻ പോകുന്ന എലിമിനേഷൻ ചേംബറിലെ വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ്, അതായത് ബെക്കി ലഞ്ച് എന്ന ചാമ്പ്യൻ AJ Lee എന്ന സൂപ്പർ സ്റ്റാറിനെതിരെ ഡിഫെൻഡ് ചെയ്യുന്ന മത്സരത്തിൽ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആളുകൾ ഈ ഒരു സ്റ്റോറിയെ സംബന്ധിച്ച് കൂടുതലൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇന്നത്തെ റോ എപ്പിസോഡിൽ തന്നെ ഈ ഒരു സെഗ്മെൻറ്റ് വന്നപ്പോൾ കാണികൾക്ക് പ്രത്യേകിച്ചൊരു ഇൻട്രസ്റ്റ് ഈ ഒരു സെഗ്മെൻറ്റിന് ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം വലിയ ഫൈറ്റൊന്നും ഇവർക്കിടയിൽ നടക്കുന്നില്ല. ചെറിയ ഉന്തും തള്ളും ഒക്കെ കഴിഞ്ഞ റോ എപ്പിസോഡിലൊക്കെ ഉണ്ടായി എന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ ഇരുവരും ഫൈറ്റ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള പ്രൊമോസ് ഇവർ കട്ട് ചെയ്യുന്നതായിട്ടോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓഡിയൻസിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊന്നും ഇവരുടെ സ്റ്റോറിയോ മത്സരമോ നടക്കുന്ന ഒരു ഫീല് പോലും കിട്ടുന്നില്ല. അപ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിൽ തന്നെ അവർക്ക് ഈ ഒരു മത്സരത്തിനുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടോ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി ഇവിടം വരെ കൊണ്ടുചെന്ന് എത്തിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആറാമത്തെ അപ്ഡേറ്റ്, ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ആ മുഖംമൂടി ധരിച്ച റെസ്ലർ ഒരിക്കൽ കൂടി വന്നതിനെ സംബന്ധിച്ചാണ്. ആ മിസ്റ്ററി റെസ്ലറിൻ്റെ അപ്പിയറൻസ് ലോഗൻ പോളിനെ കെർബ് സ്റ്റോംപ് ചെയ്യുന്ന ഒരു മൊമെൻറ്റിലേക്കാണ് നയിച്ചത്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ലോഗൻ പോൾ എന്ന് പറയുന്ന റെസ്ലർ അല്ല ഈ മുഖംമൂടിക്ക് പിറകിൽ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു പോക്ക് അത് സെത്ത് റോളിൻസിലേക്ക് തന്നെയാണ്. സെത്ത് റോളിൻസും ദ വിഷൻ ടീമും തമ്മിലുള്ള സ്റ്റോറി തന്നെയാണ് അവർ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബ്രോൺ ബ്രേക്കറിന് പരിക്ക് പറ്റിയത് കൊണ്ട് തന്നെ ഈ ഒരു സ്പോട്ട് ഇനി ബ്രോൺസൺ റീഡിന് കൊടുക്കാനാണ് സാധ്യത. അതായത് സെത്ത് റോളിൻസിൻ്റെ ആ ഒരു വരവ് ബ്രോൺസൺ റീഡിനെതിരെയുള്ള റെസ്ൽമേനിയ 42 മത്സരത്തിലേക്ക് നയിക്കപ്പെടുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസരമായി പങ്കുവെക്കാനുള്ളത്, ഇന്നത്തെ റോ എപ്പിസോഡിലെ ഏറ്റവും വലിയൊരു ടോക്കിംഗ് പോയിന്റ് ആയിട്ട് മാറിയിട്ടുള്ളത് ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ പെട്ടെന്നുള്ളൊരു അപ്പിയറൻസ് നടത്തിയ ഒരു മിസ്റ്ററി ബോക്സിനെ സംബന്ധിച്ചാണ്. അപ്പോൾ റോ ജനറൽ മാനേജറായ ഏദൻ പിയേഴ്സിൻ്റെ ഒരു മൊമെൻറ്റ് കാണിച്ചിട്ടാണ് ആ ഒരു മിസ്റ്ററി ബോക്സിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു മിസ്റ്ററി ബോക്സിൽ എഴുതി വെച്ചിട്ടുള്ളത് ഫെബ്രുവരി 28, അതായത് നമുക്ക് കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 1 എലിമിനേഷൻ ചേംബർ നടക്കുന്ന ദിവസം വരെ ഈ ഒരു ബോക്സ് ആരും ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റ് വരെ ഈ ഒരു മിസ്റ്ററി ബോക്സിനകത്ത് എന്ത് എന്നുള്ളൊരു കുറേയധികം ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കും. എന്നിട്ട് എലിമിനേഷൻ ചേംബറിൽ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അവർ റിവീൽ ചെയ്യും. ചില റൂമേഴ്സ് പുറത്തേക്ക് വരുന്നത് നമ്മൾ കാത്തിരിക്കുന്ന Y2J ക്രിസ് ജെറിക്കോ എന്ന സൂപ്പർ താരത്തിൻ്റെ റിട്ടേണിലേക്കാണ് ഈ ഒരു ബോക്സ് കൊണ്ടുപോകുന്നത് എന്നാണ്. പക്ഷേ ക്രിസ് ജെറിക്കോയുടെ ഒരു റിട്ടേണിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എലിമിനേഷൻ ചേംബറിൽ ഇതെന്തായാലും അവർ പൊളിച്ചു നോക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ക്രിസ് ജെറിക്കോയുടെ ഒരു റിട്ടേൺ ആയിരിക്കുമെന്ന് തോന്നുന്നില്ല. മറ്റേതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു ഡെബ്യൂവോ അല്ലെങ്കിൽ റിട്ടേണോ ആയിരിക്കാനാണ് സാധ്യത. അത് ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പേര് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും ക്രിസ് ജെറിക്കോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.